വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ നേരെ നെട്ടയത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പെസഹ വ്യാഴമായിരുന്നു. നാളെ ദുഃഖവെള്ളി, ഈസ്റ്റർ ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ദിവസമായി കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ കാര്യമായിട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ആവുന്നുണ്ടല്ലേ. ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആട്ടോ, അധികം വലുതായിട്ടൊന്നും ചെയ്തില്ല. എന്തോ ഒരു ഭയങ്കര മടിയും ക്ഷീണവും. അപ്പോൾ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് ഇന്ന് ബിരിയാണി ആട്ടോ. അമ്മയും വേദക്കുട്ടിയും കൂടി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ എയർപോർട്ടിൽ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി റൈസെല്ലാം അമ്മ വച്ചിട്ട് പോയിട്ടുണ്ട്. ചിക്കൻ എനിക്ക് വയ്ക്കുന്ന ഡ്യൂട്ടി ആട്ടോ. അപ്പോൾ അമ്മ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില പുതിനയില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചിക്കൻ വച്ചാൽ മാത്രം മതി. അപ്പോൾ ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് കുറേ സാധനങ്ങളൊക്കെ അയച്ചൊരു അങ്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മധു അങ്കിൾ ഗൾഫിലുള്ള. അപ്പോൾ അങ്കിളിൻ്റെ മോളും ആൻറ്റിയൊക്കെ വരുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോള് വരികയാണ്. അവൾ 2-3 ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അവൾ എറണാകുളമാണ്. അവിടെ നിന്ന് ഇന്ന് രാവിലെ മോർണിംഗ് ഫ്ലൈറ്റിൽ അവളിവിടെ ട്രിവാൻഡ്രം വരും. അപ്പോൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് വേദക്കുട്ടിയും അമ്മയും കൂടെ പോയിരിക്കുകയാണ്. അച്ഛനും പുറത്ത് എവിടെയോ പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പോയില്ല, ഞാനിന്ന് ബിരിയാണി വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും എനിക്കൊരു പാഴ്സൽ വന്നു. ഇതൾ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഞാൻ ചൊവ്വാഴ്ച ഓർഡർ ചെയ്തു, ബുധനാഴ്ച തന്നെ വന്നു. അത്രയും ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കുർത്തി ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാവേ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കൂടാതെ ഇപ്പോൾ ഓഫർ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞുള്ള എല്ലാ ഓർഡറിനും 5% എക്സ്ട്രാ ഡിസ്കൗണ്ട്. പിന്നെ എൻ്റെ പേര് പറഞ്ഞാൽ വീണ്ടും ഒരു 5% ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല മെറ്റീരിയലാണ്. ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത ഡിസൈൻ ആട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. അടിപൊളി കിടിലം പ്രോഡക്റ്റ്. ഇതൾ ഡിസൈൻസ് എന്നാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ദം ബിരിയാണി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നല്ല കിടിലം ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സത്യമായിട്ടും പ്രോമിസ്, നല്ലൊരു കിടിലം ബിരിയാണി ആയിരിക്കും. എൻ്റെ ആ റെസിപ്പി നോക്കി നിങ്ങൾ വച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അടുത്തിങ്ങനെ ദം ഇട്ടിട്ടുണ്ട്. റൈസെല്ലാം ഇട്ട് ദം ഇട്ട് കുറച്ച് സമയം മൂടി വയ്ക്കണം. അതായത് പെർഫെക്റ്റ് ദം അല്ല, ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ദം ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. എങ്കിലും ടേസ്റ്റ് കിടിലമായിരിക്കും. ബിരിയാണി എല്ലാം ആയപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ചക്കര എന്നാണ് അവളുടെ പേര്, വീട്ടിൽ വിളിക്കുന്നത്. മറ്റേ പേരെന്താണ് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ വന്നപ്പോൾ 11:30 ഫ്ലൈറ്റിലാട്ടോ എത്തിയത്. വീടെത്തിയപ്പോൾ 1 മണി ആവാറായി, 12:45. ഭയങ്കര ചൂട് കാരണം ദാഹിച്ച് വലങ്ങാട്ടോ വന്നത്. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ അമ്മ വന്നോടനെ ഡ്രസ്സെല്ലാം മാറിയിട്ട് ബിരിയാണി സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി എടുക്കുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈൽ നമുക്ക് അങ്ങോട്ട് എടുത്താൽ അങ്ങനെ കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മിക്സ് ചെയ്താട്ടോ ബിരിയാണി എടുക്കുന്നത്. അപ്പോൾ ആ മിക്സിങ് അമ്മ ചെയ്താലേ ഒക്കത്തുള്ളൂ. ഞാൻ ചെയ്താൽ ചിക്കനൊക്കെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അമ്മ ഒരു നാക്കിൽ അങ്ങ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ ബിരിയാണി മിക്സ് ചെയ്യുകയാണ്. ഞാനന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഇളക്കുന്നതെന്ന്. ഇളക്കാണ്ട് ഞങ്ങൾക്ക് കോരി കഴിക്കാൻ അറിയത്തില്ല. അതായത് റൈസ് സെപ്പറേറ്റ് കറി സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കില്ലേ, ആ ഒരു മെത്തേഡ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തമില്ല. അതുകൊണ്ടാണേ. അപ്പോൾ വേദ ചോക്ലേറ്റ് എല്ലാം പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ പാക്കറ്റ് പകുതിയായി കേട്ടോ. വേദയ്ക്ക് അധികം ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് തലവേദന വരുന്നതാണ്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അത്രയും കഴിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ടിരിക്കുകയാണ്. വേദ പറഞ്ഞു കേട്ടോ, ബിരിയാണി ഇന്ന് വേണം എന്ന് പറഞ്ഞിട്ട് വേദയുടെ ഇഷ്ടപ്രകാരമാണ് ഇന്ന് ബിരിയാണി വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ കമൻസ് വരും, വേദയുടെ ഡ്രസ്സ് സൂക്ഷിക്കുക, ഡ്രസ്സ് കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ കുട്ടിയായതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ നിങ്ങൾക്ക് വലിയ കുട്ടിയായതായിട്ട് തോന്നും, പക്ഷേ എനിക്ക് എൻ്റെ മോള് കുഞ്ഞു കുട്ടിയാണ്. എനിക്ക് അവളിടുന്ന ഡ്രസ്സ് വൃത്തികേടില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് മോളിടുന്ന ഡ്രസ്സ് കൊള്ളില്ല കൊള്ളാം എന്നൊക്കെ ഉള്ളത്. എൻ്റെ ഒരു ഇഷ്ടം ഞാൻ ഇടിയിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യമല്ലേ. നമ്മുടെ മക്കളെ ഏതിടണം അല്ലെങ്കിൽ ഞാൻ ഏതിടണം എന്നൊക്കെയുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യമല്ലേ. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതെൻ്റെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ ബിരിയാണി കഴിച്ചപ്പോൾ അച്ഛൻ പഴം കഴിക്കുക കേട്ടോ. ദോശയും പഴമൊക്കെ അച്ഛൻ കഴിക്കുന്നത്. അച്ഛൻ വെജിറ്റേറിയനായി. അച്ഛൻ ഈ മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് പഴവും ദോശയൊക്കെ കഴിക്കുക കേട്ടോ. ഒന്നും വേറെ ചോറൊന്നും വെച്ചില്ല. റൈസ് മാത്രം കഴിക്കാൻ പറഞ്ഞിട്ടും അച്ഛൻ കഴിക്കുന്നില്ല കേട്ടോ. ഫുഡെല്ലാം കഴിച്ച ശേഷം ചക്കര മുകളിലേക്ക് പോയി കേട്ടോ, റൂമിൽ ഫ്രഷ് ആവാനൊക്കെ പോയി. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നു. അപ്പോൾ ചക്കരയും ഇറങ്ങി വന്നു. ചക്കര നമ്മുടെ ഗോഡ് ലൈഫ് ആട് ജീവിതം കാണാനായിട്ട് ടിക്കറ്റ് എല്ലാം ഫ്രണ്ട്സുമായിട്ട് ബുക്ക് ചെയ്തിട്ട് അത് കാണാനായിട്ട് പോവുകയാണ്.
അപ്പോൾ പോയിട്ട് ഇനി സിനിമയെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 4 മണിക്ക് എന്തോ ഉള്ളൂ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അവൾ എണീറ്റ് വന്നപ്പോൾ തന്നെ 3:30 ആയി. ഇനി പോയിട്ട് സിനിമയ്ക്ക് കറക്റ്റ് സമയത്ത് കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഊബർ വിളിച്ചിട്ട് അങ്ങനെ അതിലവൾ പോവുക കേട്ടോ. എന്നിട്ട് ചായയൊന്നും കുടിക്കാൻ നിന്നില്ല, അവളങ്ങ് പോയി. നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. മെനിങ്ങാന്ന് അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ അമ്മ ഉണ്ടാക്കിയില്ലേ നെയ്യപ്പം, അതിൻ്റെ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പക്ഷേ ഇന്ന് അമ്മ നെയ്യപ്പം ഉണ്ടാക്കിയപ്പം ശരിയായി എന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കേണ്ട നെയ്യപ്പം ശരിയായി എന്നുള്ളത് കാണിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അമ്മ ഉണ്ടാക്കിയ നെയ്യപ്പം കാണിച്ചിരിക്കുക കേട്ടോ. സക്സസ് ആയി എങ്ങനെയൊക്കെയോ. ചോക്ലേറ്റ് വീണ്ടും ഉറങ്ങി എണീറ്റ് വന്നിരുന്ന് വീണ്ടും കഴിക്കുക കേട്ടോ. പറഞ്ഞ കേക്ക്. വേദയും ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ച് വന്നു. വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു ഇത്. പണ്ടൊക്കെ നിൽക്കുമായിരുന്നു, ഇപ്പോഴും നിൽക്കും. പിന്നെ ഏട്ടനൊക്കെ ദിവസം വന്നിരുന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഏട്ടനൊരു വിഷമം പോലെ, അതുകൊണ്ട് പിന്നെ പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് മോറിൽ കയറി ഒരു വാട്ടർ മെലനും പിന്നെ എന്താ വാങ്ങി. ആക്ച്വലി ഞാൻ തേന് വാങ്ങാൻ കയറിയതാട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഉറപ്പായിട്ട് നാളെ മുതൽ ഡയറ്റാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് ഡ്രിങ്ക് തേനും നാരങ്ങയൊക്കെ ചേർത്ത് കുടിക്കും കേട്ടോ. അപ്പോൾ നാരങ്ങ റെഗുലറായിട്ട് കുടിച്ചപ്പോൾ എനിക്ക് വയറിന് ചെറിയൊരു അസിഡിറ്റി പ്രോബ്ലം പോലെ തോന്നിയുണ്ട്, അതങ്ങ് നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇനി എന്തൊക്കെ വന്നാലും അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ എഴുതിയിട്ട് തേന് വാങ്ങിക്കാനാണ് ഞാൻ മോറി കയറിയപ്പോൾ പിന്നെ വാട്ടർ മെലനും ട്രോപ്പിക്കാനയും പിന്നെ എന്താ നട്ട്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു കേട്ടോ. അവിടെ തേൻ ഉണ്ടായിരുന്നു എന്തോ ഞാൻ കണ്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ശുദ്ധമായ തേൻ ഇവിടെ ലഭിക്കുമെന്ന് കേട്ടോ. അങ്ങനെ കരുതി ഞാൻ അവിടെ നിന്ന് വാങ്ങാൻ, ഇനിയിപ്പോൾ മോറിൽ നിന്ന് വാങ്ങണ്ടെന്ന് കരുതിയിട്ട് ഷമാമും വാട്ടർ മെലനും നട്ട്സും ട്രോപ്പിക്കാനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഞാൻ കരുതി ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ഡയറ്റ് ചെയ്യാമെന്ന് കരുതിയേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നും ഇരിക്കുന്നത്, പക്ഷെ നടക്കില്ല. ഇന്നിപ്പോൾ ഞാൻ ആ പുതിയ ഡ്രസ്സ് വന്നില്ല, അതിട്ടപ്പോൾ ലാർജ് സൈസ് കൊടുത്തു. അത് കൊടുത്തിട്ട് കറക്റ്റ് അങ്ങോട്ട് കയറുന്നില്ല. ലാർജ് സൈസ് കൊടുത്തിട്ടും ചെറിയൊരു ഇറക്കം. അപ്പോൾ കരുതി എന്തായാലും ഡയറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് കരുതി. ഇത് വട്ടിയൂർക്കാവിൽ നിന്ന് നമ്മുടെ കുണ്ടമൻകടവ് പോകുന്ന റോഡാട്ടോ. ആ റോഡിൽ ഞാൻ കണ്ടിട്ടുണ്ട് ശുദ്ധമായ തേൻ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ കയറി വാങ്ങാമെന്ന് കരുതി. ഞാൻ സാധാരണ മലയങ്കിയുടെ ഒരു സ്ഥലത്ത് നല്ല കിടിലൻ തേൻ കിട്ടും കേട്ടോ, അവിടെ നിന്നാണ് വാങ്ങുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇത് പല പ്രാവശ്യം ബോർഡ് കണ്ടിട്ടുണ്ട്, എങ്കിൽ പിന്നെ ഇവിടെ കയറി വാങ്ങാൻ കരുതി. ആദ്യം വഴിതെറ്റി വേറൊരു വീട്ടിലേക്ക് പോയിട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഈ വീട്. അവിടെ ചെന്ന് ഞങ്ങൾ തേനിൻ്റെ വിലയെല്ലാം ചോദിച്ചു. അപ്പോൾ 1 ലിറ്റർ നാടൻ തേൻ 330, പിന്നെന്താ കാട്ടുതേനാണെങ്കിൽ 430, പിന്നെ ചെറുതേനുണ്ട്, അതാണ് ഏറ്റവും നല്ലത് മെലിയാനായിട്ടൊക്കെ കേട്ടോ. അത് പക്ഷേ കിലോ 1 ലിറ്റർ 2000 രൂപ എന്തോ പറയുന്നുണ്ട് കേട്ടോ ചേട്ടൻ. അതുകൊണ്ട് സാധാരണ നാടൻ തേനും വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ തേനീച്ചയുടെ കൂടൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല നല്ല വീഡിയോസൊന്നും ഇടുന്നില്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഇന്ന് ഭയങ്കര കാക്ക ശല്യം കേട്ടോ, കാക്ക ഭയങ്കര കരച്ചിൽ. അത് ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുപോലെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി നോക്കുക കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തീസൊക്കെ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ.